എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയിർപ്പിക്കും. നമുക്ക് നിത്യജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹരഹസ്യമാണ് ദിവ്യകാരുണ്യം. മാനുഷികമായ ബലഹീനതകൾക്കിടയിൽ നാം വിസ്മരിച്ചേക്കാവുന്ന വലിയ ലക്ഷ്യങ്ങളിലേക്ക് അനായാസം നടന്നെടുക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവത്തിൻ്റെ അവർണ്ണനീയമായ കൃപാദാനമാണ് അത്. ഹൃദയം കൊണ്ട് ദിവ്യകാരുണ്യനാഥനോട് ചേർന്നു നിൽക്കുവാനുള്ള തീരുമാനത്തിലൂടെ മാത്രം മനുഷ്യകുലത്തിനു വേണ്ടി അവിടുന്ന് സജ്ജമാക്കിയ സകല നന്മകൾക്കും നാം യോഗ്യരായിത്തീരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നു, നമ്മുടെ ആത്മാവിലെ വിരുന്നുകാരൻ നമ്മുടെ ദുഃഖങ്ങളെല്ലാം അറിയുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഒരു ഒഴിഞ്ഞ കൂടാരമാണ് അവിടുന്ന് അന്വേഷിക്കുന്നത്. അത് ഒരുക്കുവാനായി അവിടുന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നമുക്ക് പൂർണ്ണമായ സൗഖ്യം പ്രദാനം ചെയ്യുന്ന സ്നേഹൌഷധമാണ് ദിവ്യകാരുണ്യം. കണ്ണീരിൻ്റെയും വേദനകളുടെയും ബലഹീനതകളുടെയുമായ വഴികളിലൂടെ യാത്ര ചെയ്യുന്ന നമുക്ക് ആത്മീയമായും ഭൗതികമായും വന്നുചേരുന്ന എല്ലാ കുറവുകളെയും പരിഹരിക്കുവാൻ പര്യാപ്തമാണ് ഈ ദിവ്യഭോജ്യം. അപ്പമായി നമുക്കിടയിൽ വസിക്കുന്ന ദൈവത്തെ യോഗ്യതയോടെ സ്വീകരിക്കുന്നതിലൂടെ സജീവമായ ദൈവസാന്നിധ്യത്തിൽ കുറവുകളേതുമില്ലാതെ ജീവിതത്തിൽ മുന്നേറുവാൻ ദിവ്യകാരുണ്യനാഥൻ നമ്മെ പ്രാപ്തരാക്കുന്നു. വിശുദ്ധ കുർബാന എന്ന് പറയാൻ തന്നെ, അല്ലെങ്കിൽ ദിവ്യകാരുണ്യം എന്ന് ഓർക്കാൻ തന്നെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു നാമമാണ്. ദിവ്യകാരുണ്യത്തോട് എന്തോ ഹൃദയത്തിൽ വല്ലാത്ത ഒരു സ്നേഹം എപ്പോഴും തോന്നും. ചെറുപ്പത്തിൽ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ഒത്തിരിയേറെ നല്ല ചിന്ത വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കളിൽ നിന്ന് കണ്ട ചില മാതൃകകളാണ്. ചാച്ചനും അമ്മച്ചിയുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവർ ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന മുടക്കുന്ന ഒരു ശീലം അവർക്കുണ്ടായിരുന്നില്ല. വല്ല രോഗിയായി കിടപ്പിലാകുന്ന സമയത്ത് മാത്രമാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോവാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും ജീവിതത്തിലും അവരൊരിക്കലും വിശുദ്ധ കുർബാന മുടക്കാറില്ല എന്ന് മാത്രമല്ല, കടമുള്ള ദിവസങ്ങളിൽ അതിനുശേഷമുള്ള പരിപാടികളെ ഏത് വലിയ സംഭവം വന്നാലും അറേഞ്ച് ചെയ്യുകയുള്ളൂ. കുർബാനയ്ക്ക് ശേഷം, രാവിലത്തെ കുർബാനയ്ക്ക് ശേഷമല്ലാത്ത ഒരു പരിപാടിയും വീട്ടിലുണ്ടാവില്ല എന്ന് മാത്രമല്ല, വിശുദ്ധ കുർബാനയ്ക്ക് പോവാത്ത ഒരു പദ്ധതിയുമില്ല. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ എപ്പോഴും അറേഞ്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ മാതാപിതാക്കൾ കൊടുത്ത ആ പ്രാധാന്യം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനം ചെലുത്തി. അപ്പം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമല്ലാതെ ഒരു കാര്യവുമില്ല. ശനിയാഴ്ച ദിവസങ്ങളിലാണെങ്കിലും മറ്റ് ദിവസങ്ങളിലുമൊക്കെ, അവധി ദിവസങ്ങളിലൊക്കെ കുട്ടികളായിരുന്നപ്പോൾ ഞങ്ങളെ പള്ളിയിൽ പറഞ്ഞു വിടുന്നതിന് വളരെ പ്രാധാന്യം മാതാപിതാക്കൾ കൽപ്പിച്ചിരുന്നു. അങ്ങനെ ഒത്തിരി ദിവ്യകാരുണ്യത്തെ ചെറുപ്പം മുതലേ സ്നേഹിച്ചു വന്ന ഒരു ശീലം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവിനോട് ഒത്തിരി ഹൃദയത്തിലൊരു സ്നേഹം തോന്നും. ദിവ്യകാരുണ്യമെന്ന് എവിടെ കണ്ടാലും ഒന്ന് വായിക്കാതെ പോവില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്തും, SSLC പരീക്ഷ എഴുതുന്ന സമയത്ത്, പ്രീ ഡിഗ്രി പരീക്ഷ എഴുതുന്ന സമയത്ത്, ഡിഗ്രിയുടെ പരീക്ഷ എഴുതുന്ന സമയത്തൊക്കെ കർത്താവ് എനിക്ക് വേണ്ടത് നൽകും എന്ന ഒരു ഉറച്ച പ്രതീക്ഷ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ചുറ്റുമുള്ളവരൊക്കെ കോപ്പി അടിക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴും അവർ കോപ്പി അടിക്കാൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോഴുമൊക്കെ ഈ കർത്താവിൻ്റെ ഒരു സ്നേഹത്തെക്കുറിച്ചും
കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്നും ഞാൻ എന്നും നിഷ്കർഷിച്ചിരുന്നു. വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്നു, എൻ്റെ ഈശോയെ, എത്രമാത്രം സ്നേഹയോഗ്യമായ ദിവ്യ സമ്മാനമാണ് ദിവ്യകാരുണ്യം. അവിടെ അങ്ങ് അപ്പത്തിൻ്റെ രൂപത്തിൽ മറഞ്ഞിരുന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം സമീപസ്ഥനായിരിക്കുന്നു. ഞങ്ങൾക്ക് സ്നേഹിക്കുവാനായി സാന്നിധ്യമരുളുന്നു. മനുഷ്യമക്കളെ സ്വർഗത്തോളം അടുപ്പിക്കുന്ന സ്നേഹ സാന്നിധ്യമാണ് ദിവ്യകാരുണ്യം. ആ തീക്ഷ്ണതയും സ്നേഹവാത്സല്യവും തിരിച്ചറിയുന്നവർക്ക് ഒരിക്കലും ദിവ്യകാരുണ്യനാഥനിൽ നിന്ന് അകലുക സാധ്യമല്ല. വചനം പറയുന്നു, ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. 3-4 വർഷം മുമ്പ് എൻ്റെ സ്വന്തം അനുജൻ, അവന് ന്യൂമോണിയ പിടിപെട്ട് ഇച്ചിരി കൂടിപ്പോയൊരവസ്ഥയിലായി. ഒരു ദിവസം രാവിലെ കുർബാനയ്ക്കായിട്ട് പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത്, അന്ന് രാവിലെ കോൺവെൻറ്റിലാണ് കുർബാന, കോൺവെൻറ്റിലേക്ക് പോകാനാകുന്ന സമയത്താണ് ഇവന് വളരെ അത്യാസന്ന നിലയിലാണ് എന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ കിട്ടുന്നത്. ഞാനത് ഏതാണ്ട് ഈ ആശുപത്രിയുള്ള സ്ഥലത്ത് നിന്നും ഏതാണ്ട് 65 കിലോമീറ്റർ ദൂരെയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ആ ഫോൺ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ ഓർത്തു, ഞാനിപ്പോൾ അവിടെ ഓടിച്ചെല്ലുന്നതും നേരെ മറിച്ച് ഈ കുർബാന അവനു വേണ്ടി ചൊല്ലി, ഈ ബലി അവനു വേണ്ടി അർപ്പിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോകുന്നതല്ലേ ഉത്തമം. കാരണം ഞാൻ അവിടെ ഓടിച്ചെന്നിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ഞാനിവിടെ വിശുദ്ധ ബലി അർപ്പിച്ചാൽ എൻ്റെ ദൈവത്തിന് ഇക്കാര്യത്തിൽ വല്ലതും ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ അവനെ കുർബാനയ്ക്ക് ശേഷം പോയി കണ്ടു. അന്ന് വൈകുന്നേരം ഞാൻ അവനെ ഐസിയുവിലാക്കി കണ്ടിട്ടാണ് ഞാൻ പോരുന്നത്. വളരെ ഗുരുതരമായ ഒരു അവസ്ഥയായിരുന്നു അത് എന്നെനിക്ക് വളരെ നന്നായിട്ട് ബോധ്യപ്പെട്ടു. അന്ന് രാത്രി വന്ന് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയാം, ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ നിശ്ചയമായും അതിന് വിടുതൽ ഉണ്ടാവില്ല എന്നും എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് എൻ്റെ അനുജന് എന്നും എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടു. അന്ന് രാത്രിയിൽ ആരുമില്ലാതെ പള്ളിയകത്ത് വന്ന് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം രാവിലെ കുർബാനയും കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ 11 മണി ആയപ്പോഴേക്കും അവൻ അസുഖം വളരെ കുറഞ്ഞ് ഐസിയുവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കാണാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ ഇത് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഏതൊരു നിയോഗത്തിനും ദൈവം പ്രതിഫലം തരുന്നു എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. അതുകൊണ്ട് എന്തൊരു സംഭവം നടന്നാലും ആദ്യം ഞാൻ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്ന്, ദൈവമേ, ഇതിങ്ങനെയാണ് സംഭവങ്ങളെന്ന് കർത്താവിനെ പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ പങ്കുവെച്ചിട്ടല്ലാതെ ഞാൻ എങ്ങോട്ടേക്കും പോകാറില്ല. വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നു, മനുഷ്യഹൃദയത്തിൽ സ്നേഹാഗ്നിയായി കത്തിയെരിയുവാനായാണ് ഓരോ അപ്പവും കൂദാശ ചെയ്യപ്പെടുന്നത്. ഒരു നിമിഷം ചിന്തിക്കാം. ദിവ്യസ്നേഹത്തിൻ്റെ അഗ്നിയായി നമ്മിലേക്ക് എഴുന്നള്ളി വരുന്ന ആ സ്നേഹ തീവ്രതയിൽ നമ്മെ ചേർത്തു നിർത്തുന്ന ഈശോയോട് വിശ്വസ്തത പുലർത്തുവാൻ നമുക്കായിട്ടുണ്ടോ? എല്ലാ നേട്ടങ്ങൾക്കും എന്നെ യോഗ്യനാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കണ്ണീരിൻ്റെയും ദുരിതങ്ങളുടെയും നിമിഷങ്ങളെ കൃപകളാക്കി മാറ്റുവാനായി നമുക്ക് പരിശ്രമിക്കാം.
ജയഗീതം പാടാം വരവേൽക്കാം മധുമോഹന ഗീതികൾ പാടിടാം. ജയഗീതം പാടാം വരവേൽക്കാം മധുമോഹന ഗീതികൾ പാടിടാം. ഈശോ മിശിഹാ സ്നേഹക്കുദാശയിൽ വാഴും നാഥാ, ആരാധനാ സ്തോത്രമേകാം. വാഴും നാഥാ, ആരാധനാ സ്തോത്രമേകാം. തന്നോട് ചേർന്നു നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ എന്നും വിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കുവാനും അവരോടൊപ്പമായിരിക്കുവാനും തിരുമനസ്സാകുന്ന ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹം അവർണ്ണനീയമാണ്. സഹസ്രാബ്ദങ്ങൾ പിന്നിട്ട അവിടുത്തെ സ്നേഹചരിത്രത്തിലൂടെ കണ്ണോടിച്ചാൽ വിശുദ്ധിയുടെ പടവുകളിലൂടെ അവിടുന്ന് കരം പിടിച്ചു നടത്തിയ വിശുദ്ധാത്മാക്കൾ അനവധി. ജീവിതാവസ്ഥകൾ വച്ചു നീട്ടുന്ന പ്രതിബന്ധങ്ങൾക്കെല്ലാം അപ്പുറമാണ് ക്രിസ്തുവിൻ്റെ അനന്ത സ്നേഹം. നിരാശയുടെയും കണ്ണീരിൻ്റെയും നീർച്ചുഴികളിൽ നിന്നെല്ലാം കരകയറുവാൻ അവിടുത്തെ സാമീപ്യം നമ്മെ പ്രാപ്തരാക്കുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം അന്റോണിയോ ദമ്പതികൾക്ക് ലഭിച്ച ദിവ്യ സമ്മാനം അതായിരുന്നു പിൽക്കാലത്ത് കാസിയായിലെ റീത്ത എന്നറിയപ്പെട്ട മർഗരീത്ത എന്ന പെൺകുട്ടി. ഇറ്റലിയിലെ കാസിയായിലുള്ള ഒരു ഗ്രാമപ്രദേശത്ത് 1381 അവളുടെ ജനനം. ഉറച്ച ദൈവവിശ്വാസത്തിലും പ്രാർത്ഥനാനുഭവത്തിലും ജീവിച്ചിരുന്ന
മാതാപിതാക്കളുടെ മാതൃക പിന്തുടർന്ന് മാതൃകാപരമായ ഒരാത്മീയ വ്യക്തിത്വമായാണ് റീത്ത വളർന്നു വന്നത്. തീരെ ചെറുപ്പത്തിൽ തന്നെ പതിവായി കാസിയായിലുള്ള അഗസ്റ്റീനിയൻ സന്യാസ ഭവനത്തിൽ സന്ദർശനം നടത്തുമായിരുന്ന അവൾക്ക് ഒരു അഗസ്റ്റീനിയൻ സന്യാസിനിയാകുവാനായിരുന്നു ആഗ്രഹം. എന്നാൽ അവളുടെ മാതാപിതാക്കളുടെ ആഗ്രഹം മറ്റൊന്നായിരുന്നു. അവരുടെ ഇഷ്ടത്തെ ദൈവഹിതമായി കണ്ടുകൊണ്ട് കേവലം 12 വയസ്സ് മാത്രമുള്ളപ്പോൾ അവൾ വിവാഹിതയാകുവാൻ തീരുമാനിച്ചു. എന്നാൽ അവളുടെ ജീവിതത്തിലെ സന്തോഷത്തെയും സമാധാനത്തെയുമെല്ലാം കെടുത്തുവാൻ പോന്ന ഒരു ദുരന്തത്തിലേക്കായിരുന്നു ആ വിവാഹം അവളെ കൊണ്ടെത്തിച്ചത്. അവളുടെ ഭർത്താവായിരുന്ന പൗലോ മൻസീനി അവൾക്ക് ചേർന്ന ഒരു വരനായിരുന്നില്ല. കോപിഷ്ഠനും ദുർമാർഗിയുമായിരുന്ന അയാൾക്ക് ഒരുപാട് ശത്രുക്കളുമുണ്ടായിരുന്നു. 18 വർഷം നീണ്ട അവരുടെ വിവാഹ ജീവിതത്തിനിടയിൽ 2 ആൺകുട്ടികൾ പിറന്നു. തൻ്റെ മക്കളെ തികഞ്ഞ വിശ്വാസത്തിൽ വളർത്തുവാൻ റീത്തയ്ക്ക് കഴിഞ്ഞിരുന്നു. ആ കാലത്തുടനീളം തൻ്റെ ഭർത്താവിൽ നിന്നും അവൾ നേരിട്ടത് ഏറെ അപമാനങ്ങളും ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങളും മറ്റുമായിരുന്നിട്ടും അതെല്ലാം സമചിത്തതയോടെ സ്വീകരിക്കുവാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു. തൻ്റെ ഭർത്താവിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തുവാനും അവളുടെ ആത്മാർത്ഥതയോടും സ്നേഹത്തോടുമുള്ള പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. വിവാഹജീവിതം 18 വർഷങ്ങൾ പിന്നിട്ട നാളുകളിൽ ആ കുടുംബത്തിൽ ഒരു ദുരന്തം സംഭവിച്ചു. മറ്റൊരു കുടുംബവുമായി മൻസീനി കുടുംബത്തിനുണ്ടായിരുന്ന കുടിപ്പകയുടെ ഭാഗമായി റീത്തയുടെ ഭർത്താവ് കൊല ചെയ്യപ്പെട്ടു. കേവലം 30-ാം വയസ്സിൽ വിധവയായി തീർന്നെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ ഘാതകരോട് ശവസംസ്കാര വേളയിൽ തന്നെ ക്ഷമിക്കുവാൻ അവൾ തയ്യാറായി. തുടർന്നും ആ കുടുംബങ്ങൾ തമ്മിലുള്ള വിരോധം നിലനിന്നിരുന്നതിനാൽ തൻ്റെ മക്കളെ ഭർതൃസഹോദരൻ്റെ സംരക്ഷണയിൽ വളർത്തുവാൻ അവൾ നിർബന്ധിതയായി. എന്നാൽ ആത്മീയ പശ്ചാത്തലത്തിൽ സ്നേഹശീലരായി വളർന്നു വന്നിരുന്ന തൻ്റെ മക്കളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് റീത്തയെ വേദനിപ്പിച്ചു. പിതാവിൻ്റെ ഘാതകരോട് പകരം ചോദിക്കണമെന്ന മനോഭാവം അവരിൽ രൂപപ്പെട്ട് തുടങ്ങിയിരുന്നു. തൻ്റെ മക്കൾക്ക് ആത്മനാശം സംഭവിക്കുന്നത് ആ വിശുദ്ധയായ അമ്മയ്ക്ക് സഹിക്കുവാനാകുമായിരുന്നില്ല. അങ്ങനെ സംഭവിക്കാതെ പകരം അവരുടെ ആത്മാക്കൾ ഇപ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടണമെന്ന് അവൾ പ്രാർത്ഥിച്ചു തുടങ്ങി. ഏറെ നാളുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ രോഗബാധിതരായി ആ ആൺകുട്ടികൾ ഇരുവരും വിശുദ്ധിക്ക് ഭംഗം വരാത്ത ആത്മാവുകളോടെ സ്വർഗഭാഗ്യത്തിനായി വിളിക്കപ്പെട്ടു. ഭർത്താവിൻ്റെയും മക്കളുടെയും മരണശേഷം വീണ്ടും അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ അംഗത്വം നേടുന്നതിനായി അവൾ ആഗ്രഹിച്ചു. അവളുടെ ജീവിത വിശുദ്ധിയും ആത്മാർത്ഥതയും മനസ്സിലാക്കിയെങ്കിലും കുടുംബവഴക്കിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ആശങ്കയാൽ മഠാധികൃതർ അവളെ സ്വീകരിക്കുവാൻ തയ്യാറായില്ല. തനിക്ക് മുന്നിലുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിനായി അവൾ പ്രാർത്ഥനയിൽ മുഴുകി. ആ കാലത്ത് വിശുദ്ധ സ്നാപക യോഹന്നാൻ, വിശുദ്ധ അഗസ്റ്റിൻ, വിശുദ്ധ നിക്കോളാസ് എന്നീ വിശുദ്ധരുടെ മാധ്യസ്ഥം
അവൾ പ്രത്യേകമായി തേടിയിരുന്നു. റീത്തയുടെ ശക്തമായ പ്രാർത്ഥനകൾ വഴിയായി കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്ക് അത്ഭുതകരമായി പരിഹരിക്കപ്പെട്ടു. തുടർന്ന് 36-ാം വയസ്സിൽ അവൾ സന്യാസിനി സമൂഹത്തിൽ അംഗമായി സ്വീകരിക്കപ്പെട്ടു. തുടർന്നുള്ള കാലങ്ങളിൽ അവൾ നയിച്ച ആത്മീയ ജീവിതം ഏറെ മാതൃകാപരമായിരുന്നു. 40 വർഷത്തോളം അഗസ്റ്റീനിയൻ സന്യാസിനിയായി ജീവിച്ച അവൾ എന്നും തൻ്റെ ജീവിത വിശുദ്ധിയും പ്രാർത്ഥനാ ജീവിതവും നിമിത്തം ശ്രദ്ധേയയായിരുന്നു. ആ കാലമത്രയും ഏറെ ഉപവിപ്രവർത്തനങ്ങളിൽ അവൾ മുഴുകി. ദിവ്യകാരുണ്യഭക്തിയിൽ ഓരോ നിമിഷവും ഹൃദയം കൊണ്ട് ചേർന്നിരുന്ന അവൾ ക്രൂശിത രൂപത്തിനു മുന്നിൽ അവിടുത്തോട് താതാത്മ്യപ്പെട്ട് പ്രാർത്ഥനയിൽ മുഴുകുക പതിവായിരുന്നു. 60 വയസ്സ് പ്രായമായിരുന്നപ്പോൾ ഒരിക്കൽ ക്രൂശിത രൂപത്തിനു മുന്നിൽ ധ്യാനത്തിലായിരുന്ന റീത്തയ്ക്ക് ക്രൂശിതനാഥൻ ഒരു സമ്മാനം നൽകി. മുൾമുടി തൻ്റെ ശിരസ്സിലേൽപ്പിച്ച അവിടുത്തെ തിരുമുറിവിൻ്റെ അടയാളം റീത്തയുടെ നെറ്റിയിൽ പ്രത്യക്ഷമായി. തുടർന്നുള്ള 15 വർഷക്കാലവും ആ മുറിവ് അവളുടെ നെറ്റിയിൽ ഉണങ്ങാതെ കാണപ്പെട്ടിരുന്നു. അവസാനത്തെ 4 വർഷക്കാലം കടുത്ത രോഗാവസ്ഥയിലും അവൾ ജീവിച്ചത് ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ചാണ്. ആ കാലങ്ങളിൽ തൻ്റെ ചുറ്റുമുള്ളവർക്കെല്ലാം വലിയ പ്രചോദനം പകരുവാനും സമാധാനമേകുവാനും അവൾക്കായിരുന്നു. മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു ബന്ധു സന്ദർശിക്കാനായി എത്തിയപ്പോൾ മറ്റൊരു അത്ഭുതവും സംഭവിക്കുകയുണ്ടായി. എന്തെങ്കിലും പ്രത്യേക ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച ബന്ധുവിനോട് തൻ്റെ വീട്ടിലെ പൂന്തോട്ടത്തിൽ നിന്നും ഒരു റോസാപ്പൂവ് റീത്ത ആവശ്യപ്പെടുകയുണ്ടായി. അത് റോസാപ്പൂവിൻ്റെ സമയമല്ലാതിരുന്നതിനാൽ അവർ ആശങ്കപ്പെട്ടെങ്കിലും പൂന്തോട്ടത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ അത്ഭുതകരമായി ഒരു റോസാപ്പൂവ് കാണുകയുണ്ടായി. ആ പൂവ് കണ്ടപ്പോൾ അവൾ തന്നോടുള്ള ദൈവത്തിൻ്റെ അളക്കാനാകാത്ത സ്നേഹത്തിന് നന്ദി പറഞ്ഞു. ഏറെ വിസ്മയകരമായ 76 വർഷത്തെ ഭൂമിയിലെ ജീവിതത്തിനൊടുവിൽ 1457 മെയ് മാസം 22-ാം തീയതി അവൾ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അവളുടെ ഭൗതിക ശരീരം ഇന്നും കേടുകൂടാതെ കാസിയായിലെ തീർത്ഥകേന്ദ്രത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 1626 ഊർബൻ 8-ാമൻ പാപ്പ റീത്തയെ വാഴ്ത്തപ്പെട്ടവളായും 1900 ലിയോ 13-ാമൻ പാപ്പ വിശുദ്ധയായും പ്രഖ്യാപിച്ചു. വിശുദ്ധ യൂദാ തദേവൂസിനെ കൂടാതെ തിരുസഭ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥയായി വിശുദ്ധ റീത്തയെ വണങ്ങുന്നു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, കുരിശിൽ പീഡകളേറ്റ് ഞങ്ങൾക്കുവേണ്ടി മരണം വരിച്ച അങ്ങയുടെ അനന്ത സ്നേഹത്തെയോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ മഹത്വത്തെ ലോകത്തിനു മുന്നിൽ ഉദ്ഘോഷിക്കുവാൻ വിശുദ്ധ റീത്തയെ തിരഞ്ഞെടുത്തതിനെയോർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അവളുടെ മാതൃക ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സഹനങ്ങളെ വിശുദ്ധീകരണത്തിനായി അങ്ങയുടെ കുരിശിനോട് ചേർത്ത് സമർപ്പിക്കുവാൻ ഞങ്ങളെ
അനുഗ്രഹിക്കണമേ. ആമേൻ.